പത്രവാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 14. ഞാൻ അതുൽ, എൻ്റെ കൂടെ ഉള്ളത് സുവിത്. നമുക്കിന്ന് പ്രധാനപ്പെട്ട പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്നുമല്ല, അത് നമ്മുടെ ലോകകപ്പ് വിശേഷങ്ങൾ തന്നെയാണ്. ഇന്നലെ 2 കളികൾ നടന്നിരുന്നു. അപ്പോൾ ആ 2 കളികളുടെയും ഫലവും അതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US-ന്റെ തകർപ്പൻ ജയത്തെക്കുറിച്ചാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം US എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ലോകകപ്പ് കളിക്കുന്നത്. അപ്പോൾ അവർ ആദ്യ കളിയിൽ തന്നെ 4-1 ജയിച്ചു എന്നുള്ള ഒരു വാർത്തയാണിപ്പോൾ വരുന്നത്. അതായത് US ലോകകപ്പ് ചരിത്രത്തിൽ ഒരു ടീമിന്റെ ഏറ്റവും വലിയ വിജയവുമായി US കളി തുടങ്ങി എന്നുള്ളതാണ്. ഗ്രൂപ്പ് ഡെയറിൽ പാരഗ്വേക്കെതിരെ നടന്ന മത്സരത്തിലാണ് ആതിഥേയർ 4-1 ജയിച്ചതെന്നുള്ള വാർത്തയാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഇന്നത്തെ ഒരു സ്പോർട്സ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് US-ന്റെ ഈ ജയം തന്നെയാണ്. അതുപോലെ തന്നെ ഇന്നലെ ബ്രസീലിന്റെ ഒരു കളിയും നടന്നിരുന്നു. അത് പക്ഷേ സമനിലയായിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ അത് രാത്രി, അതായത് 12 മണി കഴിഞ്ഞിട്ടായതുകൊണ്ടായിരിക്കാം പത്രങ്ങളിൽ വന്നിട്ടില്ല. എന്തായാലും അതും ഒരു ഫലം തന്നെയാണ്. ഇന്നലെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആവേശത്തോടെ കാത്തിരുന്ന കളി എന്ന് പറയുന്നത് ബ്രസീലിന്റെ കളിയായിരുന്നു. അപ്പം എന്തായാലും അത് സമനിലയായിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. നെയ്മർ ഇല്ലാതെയായിരുന്നു ബ്രസീൽ ഇന്നലെ ഇറങ്ങിയത്. അപ്പോൾ എന്തായാലും ആ കളിയും സമനിലയായിട്ട് പിരിഞ്ഞിരിക്കുകയായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് പശ്ചിമേഷ്യയിൽ പ്രാഥമിക കരാറിൽ ധാരണ എന്ന് പറയുന്ന ഒരു വാർത്തയാണ്. അതായത് 1 കപ്പ് അകലം എന്നുള്ളൊരു തലക്കെട്ടോടുകൂടിയാണ് മലയാള മനോരമയിൽ ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. അതായത് സമാധാന കരാർ ഇന്ന് ഒപ്പിടുമെന്ന് ട്രംപ്, തീയതി ഉറപ്പിക്കാതെ ഇറാൻ എന്നുള്ള വാർത്തയാണ്. അതായത് പശ്ചിമേഷ്യയിൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള US-ഇറാൻ ധാരണാപത്രം ഇന്ന് ഒപ്പുവെക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. തീയതി സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ ഒപ്പുവെച്ചേക്കാമെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തവും പറഞ്ഞിട്ടുണ്ട്. ഇരുപക്ഷവും പ്രാഥമിക കരാറിനും ധാരണയായെന്നും 24 മണിക്കൂറിനകം ഒപ്പിടുമെന്നും മധ്യസ്ഥരായ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ എന്തായാലും പശ്ചിമേഷ്യയിലെ യുദ്ധം ഒന്ന് തണുക്കുകയാണ്. പശ്ചിമേഷ്യയിലെ കാര്യങ്ങളെല്ലാം ഉടനെ പരിഹരിക്കപ്പെടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക്, അല്ലെങ്കിൽ ഈ വാർത്ത പ്രകാരം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എന്തായാലും ഒരു തീയതി ഉറപ്പിച്ചിട്ടില്ലെങ്കിലും ഉറപ്പായിട്ടും ഒരു സമാധാന കരാറിൽ ഒപ്പിടുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ടത് ഖമേനിയുടെ ഖബറടക്കം ജൂലൈ 3 മുതൽ എന്നുള്ളൊരു വാർത്തയാണ്. അതായത് US-ഇസ്രായേൽ ആക്രമണത്തിൽ ഫെബ്രുവരി 28 കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകൾ ജൂലൈ 3 നടക്കുമെന്നുള്ള വാർത്തയും അതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. എന്തായാലും യുദ്ധം അവസാനിക്കാൻ പോകുന്നു. കാര്യങ്ങളെല്ലാം പഴയ സ്ഥിതിയിലേക്ക് പതുക്കെയാണെങ്കിൽ തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, സത്യം പറഞ്ഞാൽ ഫുട്ബോൾ നടക്കണം കൊണ്ട് ഇപ്പൊ നിർത്തി വെച്ചിരിക്കണത്. പിന്നെ പെരുന്നാളൊക്കെ ആയതും കൊണ്ട് മൊത്തത്തിലൊന്ന് ഡൗൺ ആയി. പക്ഷെ മിക്കവാറും തുടങ്ങുക തന്നെ ചെയ്യും. അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. അടുത്ത മാതൃഭൂമിയിലെ ഒരു പ്രധാന വാർത്തയാണ്. അതായത് സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതിഭാഗ അഭിഭാഷകൻ സർക്കാരിന്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നിയമന വീഴ്ച പറഞ്ഞിട്ട് പ്രത്യേക വലിയ തലക്കെട്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ശബരിമല കൊള്ളക്കേസിൽ പ്രതിഭാഗ അഭിഭാഷകന് ദേവസ്വം കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടറിൽ കുടുങ്ങി സർക്കാർ. സ്വർണ്ണ കൊള്ളക്കേസിൽ പ്രതിയായ ചെന്നൈ സ്മാർട്ട് ക്രിയേഷനായി ഹാജരായ അഭിഭാഷകനായിരുന്ന KB പ്രദീപിനെയാണ് നിയമിച്ചത്. സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രി VD സതീശൻ ഇടപെട്ട് രാജിവെപ്പിച്ച് സർക്കാർ തലയൂരി. UDF സർക്കാർ അധികാരമേറ്റ് 3 മാസം പൂർത്തിയാകും മുൻപേ 2 നിയമങ്ങളിലാണ് വിവാദം ഒടുക്കം രാജി ഉണ്ടായിരിക്കുന്നത്. ബുധനാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗമാണ് പ്രദീപ് അടക്കം 40 പ്രോസിക്യൂട്ടർമാരെ നിയമനം അംഗീകരിച്ചത്. കേസ് അട്ടിമറിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നുവെന്ന ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മുൻ ദേവസ്വം മന്ത്രിയും VN വാസവനും ഉൾപ്പെടെ LDF നേതാക്കൾ രംഗത്തു വന്നു. സത്യം പറഞ്ഞാൽ ഇതിൽ എല്ലാ പാർട്ടിക്കാരും തലയൂരിയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കോൺഗ്രസ് CPM എന്നൊന്നും ഇല്ല. ഇവര് രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും അവരും കാര്യമായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് പ്രധാനമായിട്ടും ശബരിമലയിലെ ഈ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ എത്രയോ കാലങ്ങളായിട്ട് നടന്നു വരികയാണ്. നിയമപ്രശ്നങ്ങളാകട്ടെ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കളികളാകട്ടെ, ഇതൊക്കെ കാരണം ഈ ഒരു പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഈ ഒരു കേസ് എന്തായാലും ഇങ്ങനെ നീണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ മുരാരി ബാബു അന്തരിച്ചു എന്നുള്ള പറയുന്ന ഒരു വാർത്തയും ഇന്നലെ മുതൽ നമ്മൾ കേട്ടിരിക്കുന്നതാണ്. അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ ഡെപ്യൂട്ടി ദേവസ്വം കമ്മീഷണർ പെരുന്ന തെക്കേടത്ത് മുരാരി ബാബു അന്തരിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2ാം പ്രതിയായിരുന്നു അദ്ദേഹം. 2 മാസമായിട്ട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ അർബുദത്തിന് ചികിത്സയിലായിരുന്നു. ഇന്നലെ പുലർച്ചെയായിരുന്നു അന്ത്യം എന്നുള്ള
വാർത്തകളാണ് വരുന്നത്. എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 2ാം പ്രതിയായിരുന്ന ബുരാരി ബാബുവാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു പ്രധാനപ്പെട്ട ശബരിമല കൊള്ളക്കേസിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇപ്പോൾ പോലീസിന് നഷ്ടമായിരിക്കുന്നതെന്ന് വേണം കരുതാൻ. എന്തായാലും സംസ്കാരം എന്തായാലും നടത്തി. ഭാര്യ അമ്പിളി നായർ, അതുപോലെ തന്നെ മറ്റ് മകൻ ബദ്രിനാഥ് തുടങ്ങിയ അതുപോലെ തന്നെ കൂടെ ബന്ധുമിത്രാദികളും എല്ലാം ചേർന്ന് സംസ്കാരം നടത്തിയെന്നുള്ള വാർത്ത എന്തായാലും വന്നിട്ടുണ്ട്. അതായത് 2025 ഒക്ടോബറിലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും സസ്പെൻഷൻ നേരിടുകയും ചെയ്തിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ശബരിമല ദ്വാരപാലക ശില്പങ്ങൾ കടത്തിയ കേസിൽ 2ാം പ്രതിയും കട്ടിളപ്പാളികൾ കൈമാറിയ കേസിൽ 6ാം പ്രതിയുമായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഇതിന്റെ ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ ഒരു കണ്ണി തന്നെയായിരുന്നു ഇദ്ദേഹം. അദ്ദേഹത്തിനെയാണ് നമ്മളിപ്പോൾ നഷ്ടമായിരിക്കുന്നതെന്ന് വേണം പറയാൻ. പിന്നെ ഒരു കാലത്ത് ഏറ്റവും വലിയൊരു ലക്ഷറി വണ്ടിയായിരുന്നു കൈനറ്റിക് ഹോണ്ട. കൈനറ്റിക് ഹോണ്ടയെക്കാട്ടിലും കുറച്ച് താഴെയായിരുന്നു ബാക്കിയുള്ള സ്കൂട്ടിയും കാര്യങ്ങളൊക്കെ. കൈനറ്റിക് ഹോണ്ടയ്ക്ക് വില കൂടുതലായിരുന്നു. പിന്നെ അത് ഇല്ലാതായി ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അവർ തന്നെ ഇനി വീണ്ടും വരികയാണ് കൈനറ്റിക് ഹോണ്ട. അത് ഹൈബ്രിഡും ഉണ്ട്, ഇലക്ട്രിക്കും ഉണ്ട്. അത്യാവശ്യം നല്ല വില കൂടുതലുമാണ്. പോരാത്തതിന് ഒറ്റ ചാർജിൽ അതെന്തായാലും 116 കിലോമീറ്റർ ഓടുകയും ചെയ്യും. ഇതുവരെ ഒരു വണ്ടിയും അങ്ങനെ കൊടുത്തിട്ടില്ല. ഉണ്ട്, എല്ലാവരും ഒരു 100 കിലോമീറ്റർ പറയുമെങ്കിലും ഒരു 80 ആകുമ്പോഴേക്കൊക്കെ ചാർജ് പോണ ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. അത് പുതിയതായിട്ട് കൈനറ്റിക് കൊണ്ട് വീണ്ടും വരുന്നു എന്ന രീതിയിലാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ വിലയായിട്ട് പറഞ്ഞിരിക്കുന്നത് 1 ലക്ഷം രൂപയാണ്. പിന്നെ ഡിസ്ക് ബ്രേക്ക് ഉള്ളവർക്ക് 1,20,000 രൂപയും ആവുന്നുണ്ട്. കാൻറ്റി കൊണ്ടൊക്കെ ഇവർ വില പറഞ്ഞിരിക്കണം 1,11,000 രൂപയാണ്. പക്ഷെ നിങ്ങൾക്ക് ബ്രേക്കിൽ ഡിസ്ക് വെക്കണമെങ്കിൽ അത് 1,17,000 രൂപയെ ആവുകയും ചെയ്യും. അതെ, വണ്ടികളുമായിട്ട് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ KSRTC-യിൽ നേരത്തെ നടന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ മുൻ മേയറുമായിട്ട് റോഡിൽ തർക്കം വന്നതിന് ശേഷം യദു എന്ന് പറയുന്നൊരു താൽക്കാലിക ഡ്രൈവറെ പിരിച്ചുവിട്ടിരുന്നു. അപ്പം അദ്ദേഹത്തെ വീണ്ടും തിരിച്ചെടുത്തിരിക്കുകയാണ് UDF. അപ്പം സർക്കാർ മാറി വന്നപ്പോൾ എന്തായാലും വീണ്ടും എടുത്തിരിക്കുകയാണ്. അതായത് യദു നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറാക്കി അദ്ദേഹത്തെ തിരിച്ചെടുത്തിരിക്കുകയാണ്. മുൻ മേയർ ആര്യ രാജേന്ദ്രനുമായി നടുറോഡിൽ തർക്കമുണ്ടായതിന്റെ പേരിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട KSRTC മുൻ താൽക്കാലിക ഡ്രൈവർ നേമം സ്റ്റുഡിയോ റോഡ് ഹാപ്പി ഹോമിൽ LH യദുവിന് നിയമസഭയിൽ താൽക്കാലിക ഡ്രൈവറായി ജോലി നൽകി സ്പീക്കർ. കഴിഞ്ഞ ദിവസം യദു ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. ചാണ്ടിയുമ്മൻ MLA-യുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യദുവിന് ജോലി നൽകാൻ നിർദ്ദേശിച്ചത് എന്നുള്ള വാർത്തയാണ് വന്നത്. അപ്പോൾ എന്തായാലും അന്ന് പ്രശ്നമുണ്ടാക്കി പുറത്തായി ജീവിതം നഷ്ടപ്പെടുമെന്ന് വിചാരിച്ച ആ യദുവിനെ വീണ്ടും സർക്കാർ മാറി വന്നപ്പോൾ അയാളെ ഇപ്പോൾ നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവറായിട്ട് തിരിച്ചെടുത്തിരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുന്നത്, സർക്കാർ മാറി വരുമ്പോൾ ഒരാളുടെ ജീവിതം തന്നെ തിരിച്ചു കിട്ടുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന് വേണം പറയാൻ. എന്തായാലും നന്നായി. മേയർ ആര്യയ്ക്ക് കുറെ ഉങ്കുണ്ടായിരുന്നു. ഞാൻ വലിയ മേയറാണ് എന്ന് പറഞ്ഞിട്ട്. പണ്ടൊരു IAS ഓഫീസർ കുട്ടിന്ന് വിളിച്ചപ്പോൾ ഞാൻ കുട്ടിയല്ല മേയറാണെന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ കോമഡി കാണിച്ചതാണ്. ഇപ്പൊ അതൊക്കെ മാറി. അതെന്തായാലും നന്നായി. അതെ, അവരുടെ തെറ്റില്ല ഡ്രൈവറെ എത്ര പഴിചാരി. അതെ, എന്തായാലും അത് കൃത്യമായിട്ടുള്ള ഒരു ആക്ഷനായിട്ട് തന്നെ അത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഇനിയും പ്രശ്നങ്ങളൊന്നും ഇനിയിപ്പോൾ ഇവിടെ താൽക്കാലിക ഡ്രൈവറായിട്ടിരുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി അതിനോട് അനുബന്ധിച്ച് മറ്റൊരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ പിണറായി പുകഴ്ത്തി പാട്ടെഴുതിയ ജീവനക്കാരൻ പുറത്ത് എന്നുള്ളൊരു വാർത്തയാണ്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കെ അദ്ദേഹത്തെ പുകഴ്ത്തി പാട്ടെഴുതിയ ഇടത് അനുകൂല സർവീസ് സംഘടനാ നേതാവിൻ്റെ സെക്രട്ടേറിയറ്റിലെ സേവനം UDF സർക്കാർ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ നേതാവായിരുന്ന പുത്തൂർ ചിത്രസേനന്റെ സേവനമാണ് അവസാനിപ്പിച്ചത്. സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിൽ നിന്ന് വിരമിച്ച ശേഷം ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി തുടരുകയായിരുന്നു അദ്ദേഹം. സ്തുതിഗാനത്തെ തുടർന്നാണ് ചിത്രസേനൻ സ്പെഷ്യൽ മെസ്സഞ്ചർ നിയമനം ലഭിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു. അപ്പം എന്തായാലും പിണറായി പുകഴ്ത്തി പാടിയിരുന്ന അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷ അനുകൂലം ഒരു ചായ്വ് ഉണ്ടായിരുന്ന ഒരാളെയാണ് ഇപ്പോൾ എന്തായാലും മാറ്റിയിരിക്കുന്നത്. അയാൾ നേരത്തെ സെക്രട്ടേറിയറ്റിലെ പൊതുഭരണ വകുപ്പിൽ നിന്നും വിരമിച്ച ശേഷം ധനകാര്യ വകുപ്പിൽ സ്പെഷ്യൽ മെസ്സഞ്ചറായി വർക്ക് ചെയ്തിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ഒരു റെപ്യൂട്ടഡ് ഒരു ഇതിലിരുന്ന ഒരാളെയാണ് ഇപ്പോൾ എന്തായാലും UDF സർക്കാർ മാറ്റിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മാറ്റുമ്പോഴും അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ പിണറായി പുകഴ്ത്തിയൊക്കെ നേരത്തെ പാട്ട് എഴുതിയിരുന്ന ഒരാളെയാണ് ഇപ്പോൾ മാറ്റി അയാളുടെ സേവനം വേണ്ട എന്ന് UDF സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തൊരു ന്യൂസാണ്, മൊബൈലിന്റെ വില കൂടിയെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ 7,000-8,000 രൂപയുടെ ഫോണൊക്കെ, സാധാ ഫോണൊക്കെ ഇപ്പോൾ 13,000-15,000 ഒക്കെയാണ് മോട്ടോറോളന്റെ കാണുന്നത്.
എല്ലാത്തിനും അത്യാവശ്യം വില കൂടിയുണ്ട്. എന്നാൽ വിൽക്കാൻ പോയ വിലയോട്ട് കിട്ടണമില്ല. അപ്പൊ ഈ വില കൂടിയതും കൊണ്ട് തന്നെ ആൾക്കാർ പഴയ തന്നെ യൂസ് ചെയ്തിട്ട് നേരാക്കണ സിറ്റുവേഷൻ ആയതുകൊണ്ട് മൊബൈൽ വിൽപ്പനയ്ക്ക് ഇപ്പോൾ വില കമ്മിയായിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ന്യൂസ്. വില കൂടുന്നു, മൊബൈൽ ഫോൺ വിൽപ്പനയിൽ ഇടിവ്. പോരാത്തതിനും ജൂൺ മാസത്തിൽ എല്ലാത്തിനും ഇടിവായിരിക്കും. മഴയായതും കൊണ്ട് സ്കൂളിന്റെ സാധനങ്ങൾക്കൊക്കെയാണ് കൂടുതൽ ബിസിനസ് സാധാരണ നടക്കാറുള്ളത്. പോരാത്തതിന് മൊബൈലിന് വില കൂടിയതും കൊണ്ട് ആരും ഇപ്പം അങ്ങനെ എടുക്കണമില്ല. ഇപ്പൊ പരസ്യമൊക്കെ നിറയെ കാണുന്നെങ്കിലും വലിയ സെയിലില്ല എന്ന് തന്നെ പറയണത്. ഇതിലും അങ്ങനെ തന്നെയാണ്, ന്യൂസിലും അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കണത്. അതായത് ഈ വില കുറഞ്ഞ ആൾക്കാർ, സാധാരണക്കാർ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അവരെ ആശ്രയിക്കുന്ന ഫോണുകൾക്കെല്ലാം അവരുടെ പരിധിയിൽ കൂടുതൽ വില കൂടുമ്പോൾ എന്തായാലും അല്ലെ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും അത് വാങ്ങാനെന്ന് പറയും. പിന്നെ ചിപ്പ് ക്ഷാമം പോലെയുള്ള സിറ്റുവേഷൻസ് എല്ലാം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടായിരിക്കും ഇതുപോലുള്ള ചെറിയ ഫോണുകൾ അഫോർഡ് ചെയ്യാനെന്നുള്ളത് തീർച്ചയായിട്ടും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇന്നലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായത് വ്യോമസേനാ വിമാനം തകർന്ന് തീപിടിച്ച് 5 മരണം എന്നുള്ളൊരു വാർത്തയാണ്. അപകടം അസമിലെ ജോർഹട്ട് എയർഫോഴ്സ് സ്റ്റേഷനിലാണ് ഉണ്ടായത്. അസമിലെ ജോർഹട്ടിൽ ലാൻഡിങ്ങിനിടെ വ്യോമസേനയുടെ ചരക്ക് വിമാനം തകർന്ന് 2 ഓഫീസർമാർ ഉൾപ്പെടെ 5 സൈനികർ മരിച്ചു. AN-32 വിമാനമാണ് പതിവ് പരിശീലന പറക്കലിനിടെ അപകടത്തിൽപ്പെട്ടതെന്നാണ്. ഇന്നലെ രാവിലെ 10-ന് ജോർഹട്ട് എയർഫോഴ്സ് സ്റ്റേഷനിൽ ലാൻഡിങ്ങിനിടെയായിരുന്നു ഈ അപകടമെന്ന് എന്നാണ് റിപ്പോർട്ടുകൾ. അതായത് വിമാനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും റൺവേയിൽ നിന്ന് തെന്നി മാറുകയുമായിരുന്നു. തുടർന്ന് 2ആയി പിളർന്ന് തീപിടിച്ച് 6 പേരാണ് തൽക്ഷണം മരിച്ചത് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും ഇന്ത്യൻ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം ആയാലും നമ്മുടെ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം ആയാലും ഒരു വളരെ നിർഭാഗ്യകരമായിട്ടുള്ള, വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവം എന്ന് വേണം കരുതാൻ. ഇപ്പൊ ഈയിടയ്ക്കായിട്ട് അല്ലെങ്കിൽ ഈ ഒരു വർഷത്തിനിടയിൽ തന്നെ ഒരുപാട് വ്യോമസേനയെ സംബന്ധിച്ച് ഒരുപാട് വിമാനങ്ങൾ ഇതുപോലെ ആക്സിഡന്റ് ആവുന്നുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ദുബായിൽ നടന്ന എയർ ഷോയിൽ വെച്ച് നമ്മുടെ തേജസ് വിമാനം ഇതുപോലെ അപകടത്തിൽപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ അതിനുശേഷം വീണ്ടും തേജസ് വിമാനം ലാൻഡിങ്ങിനിടെ ഒരു ചെറിയൊരു ആളപായമില്ലെങ്കിലും ചെറിയൊരു തരത്തിലൊരു പരിക്ക് അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചിരുന്നു. അതിനുശേഷം വീണ്ടും ഈ ഒരു വിമാനം, അല്ലെങ്കിൽ ഇതിപ്പോൾ പ്രധാനമായിട്ടും ഒരു ലൈറ്റ് യൂട്ടിലിറ്റി വിമാനമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ വിമാനവും ഇപ്പോൾ തകർന്നു വീണിരിക്കുകയാണ്. അപ്പോൾ ഒരു നവീകരണത്തിന്, വ്യോമസേനയിൽ ഒരു നവീകരണത്തിനുള്ള സമയമായോ എന്നുള്ള ചിന്ത അല്ലെങ്കിൽ ഒരു സംശയമാണിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ AN വിമാനങ്ങളൊക്കെ വളരെ പഴയ ടൈപ്പ് വിമാനങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി പുതിയ വിമാനങ്ങൾ കൊണ്ടുവരേണ്ട സമയമായോ എന്നുള്ള ചിന്ത ഇപ്പോൾ എന്തായാലും വ്യോമസേനയ്ക്ക് വരേണ്ട സമയമായി കഴിഞ്ഞു. അതായത് ഇപ്പം AN-32 വിമാനം നോക്കിക്കഴിഞ്ഞാൽ സോവിയറ്റ് നിർമ്മിത ഇരട്ട എഞ്ചിനുള്ള വിമാനമാണ് AN-32 വിമാനം. അവശ്യ വസ്തുക്കളുമായി സൈനികരെ ഏറ്റവും ദുർഘട പ്രദേശങ്ങളിൽ എത്തിക്കുന്നതിന് വർഷങ്ങളായി വ്യോമസേനയുടെ പ്രധാന ആശ്രയമാണ്. കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾക്ക് പകരം പുതിയ വിമാനങ്ങൾ വാങ്ങാൻ സേന ശ്രമിച്ചു വരികയാണെന്നുള്ള വാർത്തകളാണ്. അപ്പം എന്തായാലും അതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അല്ലേ, ഒരു പുതിയ വിമാനങ്ങൾ ഉടൻ തന്നെ വാങ്ങാനുള്ള പ്രവർത്തനങ്ങൾ എന്തായാലും അതിന് വേഗത്തിലാക്കണമെന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടം. എന്തായാലും അതിന് പുതിയ വിമാനങ്ങൾ വരട്ടെ, ഇനിയും ഇങ്ങനെ ഒരു അപകടങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ. ഓക്കെ, അടുത്തൊരു വാർത്തയാണ്. ഇപ്പൊ എല്ലാവർക്കും യൂറോപ്പ് പോകണം, കാനഡ പോകണം, അങ്ങനെയുള്ള ഒരു ആഗ്രഹമാണ്. പരമാവധി വർക്ക് വിസയാണ് മിക്കവരും നോക്കാറുള്ളത്, അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയിൽ പോകും. അപ്പോൾ ഒരു ന്യൂസ് ഇങ്ങനെയാണ്: കാനഡ ജോലി തട്ടിപ്പ്, രക്ഷപ്പെട്ട പ്രതികൾക്കായി തിരച്ചിൽ. കാനഡയിൽ ജോലി നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ലക്ഷങ്ങൾ വാങ്ങി കബളിപ്പിച്ച് മറുനാട്ടുകാരെ ചേരാനെല്ലൂർ തടവിലിട്ട കേസിൽ രക്ഷപ്പെട്ട പ്രതികൾക്കായി തിരച്ചിൽ ഊർജിതം. തട്ടിപ്പിന്റെ സൂത്രധാരൻ കർണാടക സ്വദേശിയായ ആര്യ എന്നയാളെയാണ് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാൾ ഉൾപ്പെടെ ചേരാനെല്ലൂർ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട 11 പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഒരിക്കലും നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു യൂറോപ്യൻ കൺട്രീസിലേക്ക് വർക്ക് വിസ കിട്ടില്ല. അതൊരു നിയമമാണ്. അങ്ങനെ കൊടുക്കൂല, കൊടുക്കാൻ പറ്റൂല. ഒന്നുമില്ലെങ്കിൽ സ്പോർട്സ് വിസയോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് വിസയോ. ഈ 2 വിസ അല്ലാണ്ട് ഒരു യൂറോപ്യൻ കൺട്രീസ്, അമേരിക്കൻ കൺട്രീസും ഇന്ത്യയിലേക്ക് വിസ കൊടുക്കാറുമില്ല. നിങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹസ്ബൻഡ് വിസയോ വൈഫ് വിസയിലോ പോവാ, അല്ലെങ്കിൽ പഠിക്കാൻ പോവാ. അല്ലാണ്ട് വർക്ക് വിസ അവര് പ്രൊവൈഡ് ചെയ്യാറില്ല, പ്രൊവൈഡ് ചെയ്തിട്ടുമില്ല ഇത്രയും കാലത്തിനിടയ്ക്ക്. അങ്ങനെ ആരെങ്കിലും വർക്ക് വിസ തരുമെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് വെറും തട്ടിപ്പ് മാത്രമാണ്. അതെ, അതിപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക.
കാരണം നമുക്കറിയാം ഈ യൂറോപ്പിൽ പോകുക അങ്ങനെ അല്ലെങ്കിൽ വെളിരാജ്യത്തേക്ക് പോകുക എന്നുള്ള സിറ്റുവേഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പണമാണ് ആൾക്കാർ ഇങ്ങനെ വാങ്ങുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള ധനനഷ്ടം ഉണ്ടാകും. അതിനുശേഷം അത് കേസായി കഴിഞ്ഞാൽ അതിന് പിറകെ നടക്കുമ്പോഴുള്ള സമയനഷ്ടം, ധനനഷ്ടം, അങ്ങനെ മൊത്തത്തിൽ നിങ്ങളുടെ ലൈഫ് തന്നെ, നിങ്ങൾ രക്ഷപ്പെടണമെന്ന് വിചാരിച്ച് നിങ്ങളുടെ ലൈഫ് തന്നെ അവസാനം കോടതി കയറി ഇറങ്ങി തീർക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ചെറുപ്പക്കാരെല്ലാം പറ്റുന്ന രീതിയിൽ, നിയമപരമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതുപോലെയുള്ള എളുപ്പവഴികൾക്ക് ശ്രമിക്കാതെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള രീതിയിൽ ഇതുപോലെ യൂറോപ്യൻ കൺട്രികളിലേക്ക് ഒക്കെ പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ നിന്ന് തീർച്ചയായിട്ടും കേരളത്തിൽ തന്നെ ഒരു ജോലി വാങ്ങി, അത് നമുക്കറിയാം അതിന് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടല്ലേ, നമ്മുടെ ശമ്പളം അതുപോലെയുള്ള കാര്യങ്ങളിലെല്ലാം നമ്മുടെ കേരളം ഇപ്പോഴും പിന്നോട്ട് തന്നെയാണ്. ചെറുപ്പക്കാർക്കൂടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അല്ല ഇവിടെ ശമ്പള വിതരണം നടക്കുന്നത്. അപ്പം അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെങ്കിലും നിങ്ങൾക്ക് യൂറോപ്പിലൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ അതിന് അത്രയും അല്ലെങ്കിൽ ഫാക്ട് ചെക്ക് ചെയ്ത്, അല്ലെങ്കിൽ അതിന് നിങ്ങൾ ആശ്രയിക്കുന്ന ആള് നല്ല ആളാണോ, അയാൾക്ക് ഇതുപോലെ ആൾക്കാരെ കയറ്റിവിട്ട് പരിചയമുണ്ടോ, അയാൾ എന്തെങ്കിലും തട്ടിപ്പിന്റെ ഭാഗമാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും അല്ലേ ഇത്തരത്തിലുള്ള യൂറോപ്പിലൊക്കെ പോകാൻ ശ്രമിക്കാൻ. അപ്പോൾ വിദ്യാഭ്യാസ മേഖലയെ തന്നെ അതിനോട് അനുബന്ധിച്ച് തന്നെ മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ സ്കൂളുകളിലെ പഴയ കെട്ടിടങ്ങൾ ഉടൻ നീക്കണം എന്നുള്ളൊരു വാർത്തയാണ്. അതായത് അപായ മരങ്ങൾ മുറിക്കണം എന്നുള്ള വാർത്തയാണ്. നമുക്കറിയാം സ്കൂൾ തുറന്ന ടൈമിൽ തന്നെ ഒരുപാട് സ്കൂൾ കെട്ടിടങ്ങൾ തകർന്നു വീണു എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വന്നായിരുന്നു. ഇപ്പം സ്കൂൾ കെട്ടിടം തകർന്നു വീഴുന്നു, അതുപോലെ തന്നെ ഓടിട്ട പഴയ ഈ മൺകട്ട കൊണ്ടൊക്കെ കെട്ടിയ കെട്ടിടങ്ങൾ ഈ മഴ തുടങ്ങിയതോടെ നനവ് കയറി അത് തകർന്നു വീഴുന്ന സിറ്റുവേഷൻ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു, അല്ലെങ്കിൽ അന്ന് പത്രങ്ങളിലൊക്കെ വന്നായിരുന്നു. അപ്പോൾ എന്തായാലും അതിനെതിരെ അല്ലെങ്കിൽ അതിനെ മാറ്റാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു നടപടി ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുകയാണ്. കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ്, സ്കൂൾ പരിസരത്തെ അപകടകരമായ മരങ്ങളും കെട്ടിടങ്ങളും നീക്കം ചെയ്യൽ എന്നീ വിഷയങ്ങളിൽ സർക്കാർ ഇടപെട്ടിരിക്കുകയാണ്. മരങ്ങളും കെട്ടിടങ്ങളും ദുരന്ത നിവാരണ നടപടിയാക്കി നീക്കണമെന്നും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ ഇളവുകൾ നൽകണമെന്നുമാണ് ഉത്തരവ്. അതുപോലെ തന്നെ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടാത്തത് മൂലം സ്കൂളുകൾ പ്രതിസന്ധിയിലാണെന്നും അതീവ ഗുരുതരാവസ്ഥയിലുള്ള മരങ്ങൾ ജില്ലയിലെ 50 സ്കൂളുകളിൽ ഉണ്ടെന്നും ഈ മനോരമ പത്രം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഇപ്പോൾ എന്തായാലും സർക്കാർ നടപടി എടുത്തിരിക്കുന്നത്. അഗ്നിരക്ഷാ സേന, KSEB, വനം വകുപ്പ് തുടങ്ങി 5 വകുപ്പുകളുടെ പരിശോധനാ ഫലങ്ങൾ ഉൾപ്പെടുത്തി ഫിറ്റ്നസ് അപേക്ഷ നൽകാമെന്നായിരുന്നു ആദ്യ നിർദ്ദേശം. അതിനുശേഷം എന്തായാലും അതിന് കൃത്യമായിട്ടുള്ളൊരു നടപടി ഉണ്ടായിരിക്കുകയാണെന്ന് വേണം ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് നടപടിയെടുക്കാമെന്നും നിർദ്ദേശം സർക്കാർ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. എന്തായാലും അങ്ങനെ സ്കൂളുകളുടെ കെട്ടിടങ്ങളൊക്കെ അല്ലേ, നമ്മൾ വിദ്യാഭ്യാസപരമായിട്ട് നമ്മൾ കേരളം ഒരുപാട് മുന്നിലാണെന്ന് പറയുമ്പോഴും ഇതുപോലെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇനിയും നമ്മൾ മുന്നേറാനുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വന്നത് എന്തായാലും നല്ലത് തന്നെയാണ്. അപ്പോൾ അതിന് അനുബന്ധമായിട്ട് സ്കൂൾ കെട്ടിടങ്ങൾ പുതിയത് വരട്ടെ, ഉറപ്പുള്ള കെട്ടിടങ്ങൾ വരട്ടെ. കാരണം കുട്ടികളുടെ ലൈഫാണ്, അത് വെച്ച് നമുക്ക് ഒരിക്കലും കളിക്കാൻ പാടില്ല. കാരണം അവര് സുരക്ഷിതമായിട്ടിരുന്ന് അടച്ചുറപ്പോടെ ഇരുന്ന് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഭാവി തലമുറയെ വളർത്തിയെടുക്കാൻ കഴിയൂ. അപ്പം എന്തായാലും ഈ ഒരു നിർദ്ദേശം വളരെ വിപ്ലവകരമാവട്ടെ. ഇപ്പോൾ ഇനി ഇങ്ങനൊരു തകർന്നു വീഴൽ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ അടുത്തൊരു കൗതുകപരമായിട്ടുള്ള ഒരു ന്യൂസാണ്. സർക്കാർ സ്ത്രീകൾക്ക് KSRTCയിൽ ഫ്രീ കൊടുത്തപ്പോൾ ഇവിടെ ലിറ്റിൽ ഫ്ലവർ അവരുടെ ബസ്സിൽ പുരുഷന്മാർക്ക് സൗജന്യ യാത്ര നാളെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതെന്തായാലും നന്നായി. തിങ്കളാഴ്ച മഞ്ഞാലി, അത്താണി, ആലുവ റൂട്ടിലോടുന്ന ലിറ്റിൽ ഫ്ലവർ ബസ്സിൽ പുരുഷന്മാർക്ക് യാത്ര സൗജന്യമായിരിക്കും. സ്ത്രീകൾക്ക് ടിക്കറ്റിനൊപ്പം മധുരവും നൽകും. അത് വേണ്ടായിരുന്നു. സ്ത്രീകൾക്ക് KSRTC ഓർഡിനറി ബസ്സിൽ സൗജന്യ യാത്ര അനുവദിക്കുക വഴി പൊതുഗതാഗത സംവിധാനം തകർക്കുമെന്നാരോപിച്ചാണ് ബസ് ഉടമ വട്ടപ്പറമ്പ് സ്വദേശി BO ഡേവിഡ് വേറിട്ട പ്രതിഷേധത്തിന് ഇറങ്ങിയിരിക്കുന്നത്. അതെന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിനോടനുബന്ധിച്ച് തന്നെ ഒരു വാർത്ത നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ അപ്പം സൗജന്യ യാത്ര നാളെ തുടരുകയാണ്. അപ്പം നാളെ തുടങ്ങുകയാണ് നമ്മുടെ സ്ത്രീജനങ്ങളുടെ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. ഇപ്പൊ ആദ്യ ബസ് കോട്ടയത്ത് നിന്ന് കുമരകം വഴി ചേർത്തലയ്ക്ക് പോകും. അതാണ് ആദ്യത്തെ റൂട്ട് എന്ന് പറയുന്നത്. ജില്ലാതല ഉദ്ഘാടനം രാവിലെ 8:30 കോട്ടയം ഡിപ്പോയിൽ വെച്ചിട്ടായിരിക്കും. അതായത് KSRTC ബസ്സുകളുടെ സൗജന്യ യാത്ര ജില്ലയിൽ ആദ്യം കിട്ടുക കോട്ടയത്തിനായിരിക്കും. 8:40 പുറപ്പെട്ട് കുമരകം വഴി ചേർത്തല പോകുന്ന ഓർഡിനറി ബസ്സിൽ ജില്ലാതല ഉദ്ഘാടനം 8:30 സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും നിർവഹിക്കും എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ. അപ്പൊ എന്തായാലും ഒരു ഇലക്ഷൻ വാഗ്ദാനമായിട്ട് നൽകിയ ഒരു പദ്ധതിയായിരുന്നു അല്ലേ ഇത്. അപ്പൊ എന്തായാലും
അതെങ്ങനെയൊക്കെ ആയാലും എന്തൊക്കെ നഷ്ടങ്ങൾ സഹിച്ചിട്ടായാലും അവർ ഒരു വിധത്തിൽ നടപ്പാക്കിയിട്ടുണ്ട്. ഇത് എത്ര കാലം പോകും, എത്ര ബസ്സുകളിൽ, എത്ര റൂട്ടുകളിൽ ഇത് വ്യാപിക്കും എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. ഇപ്പം അതുപോലെ തന്നെ എങ്ങനെ അതായത് സ്ത്രീജനങ്ങൾക്ക് സൗജന്യ യാത്ര നൽകുന്ന ബസ്സാണെന്ന് എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ, സൗജന്യ യാത്ര അനുവദിക്കുന്ന ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകളിൽ യാത്രക്കാർക്ക് എളുപ്പം തിരിച്ചറിയുന്നതിന് 2 ഡോറുകളിലും മുൻ ഗ്ലാസുകളിലും പ്രിയദർശിനി പദ്ധതിയുടെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കും. ഇപ്പോൾ സ്ത്രീജനങ്ങളുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. അപ്പം എന്തായാലും നാളെ തൊട്ട് തുടങ്ങുകയാണ്. വളരെ കേരളത്തിൽ ഇന്നേ വരെ നടപ്പിലാക്കാത്തൊരു പുതിയൊരു പദ്ധതി അപ്പോൾ നാളെ തൊട്ട് തുടങ്ങുകയാണ്. ഇപ്പൊ സ്ത്രീജനങ്ങൾക്കെല്ലാം ഇനി ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാന്നുള്ളതാണ്. മിക്കവാറും ആ റോട്ടിലോടുന്ന ബസ് നാളെ വരില്ല. പിന്നെ അടുത്ത പിണറായി വിജയൻ ഒരു മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. ആ ന്യൂസാണ്, മോദിയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു, രാഹുൽ BJPയുടെ സഹായിയായി മാറി. പിണറായി വിജയൻ തന്നെ ആലിംഗനം ചെയ്യാൻ കഴിയില്ല എന്ന് ഇന്ത്യ മുന്നണിയുടെ യോഗത്തിലെ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിന് മറുപടിയായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധി മോദിയെ കെട്ടിപ്പിടിക്കുന്ന ചിത്രം കണ്ടുവെന്നും അദ്ദേഹം BJPയുടെ സഹായിയാകുന്ന അവസ്ഥയിലാണെന്നും പിണറായി വിജയൻ കോഴിക്കോട്ടെ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിപ്പോ കുറച്ചു ദിവസം മുമ്പ് പിണറായി വിജയൻ രാജീവ് ചന്ദ്രശേഖറിന് കൈ കൊടുക്കണുണ്ടു. അപ്പൊ പിണറായി വിജയൻ BJP ആണ് എന്ന് നമ്മൾ പറഞ്ഞ എങ്ങനെ ഇരിക്കും? അതുപോലെ ഇപ്പൊ പിണറായി വിജയൻ ഇപ്പോ ഈ കാര്യം പറഞ്ഞിരിക്കണത്. എന്തായാലും പിണറായി വിജയൻ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ നമുക്ക് വളരെ ആശ്ചര്യപ്പെടാനാവാത്ത ഒരു പ്രസ്താവന തന്നെയാണെന്ന് വേണം കരുതാൻ. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ കടക്ക് പുറത്തൊന്നും പറയാത്തത് നന്നായി. എന്തായാലും നമുക്കറിയാം, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പുതിയ ഗവൺമെന്റ് എന്തായാലും ഒരു പദ്ധതി രൂപീകരിച്ചിരുന്നു. ആ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് അറസ്റ്റിലായവർ ഇതേവരെ 2400 പേര് ഇതുവരെ അറസ്റ്റിലായി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. അതായത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിരോധിത ലഹരിമരുന്ന് കൈവശം വെച്ച് സംസ്ഥാനത്ത് 145 പേർ കൂടി അറസ്റ്റിലായി. ഇതോടുകൂടി 2440 പേര് അറസ്റ്റിലായി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും 2 കിലോഗ്രാമത്തോളം കഞ്ചാവും 91 കഞ്ചാവ് ബീഡിയും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതുവരെ 2440 പേരാണ് അറസ്റ്റിലായിട്ടുള്ളതെന്നാണ്. അതുപോലെ തന്നെ ആ വാർത്തയുടെ തൊട്ട് താഴെ തന്നെ ഈ ലഹരി വിൽപ്പന തടയുന്നതിനാവശ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ലഹരി വിൽപ്പന ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അതിനെ അറിയിക്കാനുള്ള നമ്പരും അതുപോലെ തന്നെ വാട്സപ്പ് നമ്പരും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനോരമയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വാർത്ത കാണാൻ കഴിയും. അപ്പോൾ ആ നമ്പറൊക്കെ കുറിച്ചെടുത്ത് എവിടെയെങ്കിലും ലഹരി വിൽപ്പനയോ അല്ലെങ്കിൽ ലഹരി ഉപയോഗമോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ് ഇതിൽ പറയാൻ കഴിയുന്നത്. പിന്നെ അടുത്തൊരു ചെറിയ ന്യൂസാണ്. ഷൂ ഇടുന്നതിനിടെ യുവതിക്ക് പാമ്പ് കടിയിട്ടു. മഴ ആയതും കൊണ്ട് പാമ്പൊക്കെ കുറച്ച് ചൂടിന് വേണ്ടിയിട്ട് മണ്ണിന്ന് വെളിയിക്ക് വരും. അപ്പോൾ ഇതുപോലെയുള്ള നനയാണ്ടിരിക്കാൻ ഷൂവിൻ്റെ ഉള്ളിൽ സാധാരണ കയറാറുണ്ട്. ഇതിപ്പോ ഒരു മൂർഖൻ കുട്ടിയാണ്, അതിലൊരു ഫോട്ടോ അവര് കൊടുത്തിട്ടുണ്ട്. മൂർഖൻ കുട്ടി ആയതും കൊണ്ട് തന്നെ അതിന് വിഷം ഉണ്ടാവില്ല. അതിന് ഒരു പ്രായമാകുമ്പോൾ പാമ്പുകൾക്ക് വിഷം വരുള്ളൂ. അതുകൊണ്ട് എന്തായാലും ആ യുവതി രക്ഷപ്പെടും, അത് പ്രശ്നമില്ല. പക്ഷെ എന്തൊക്കെയായാലും ഒന്ന് കടിച്ച ആ ദിവസം അവരുടെ പേടിക്ക് കാണിച്ച പാനിക് അറ്റാക്കും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെരുപ്പും ഷൂ ഇടുമ്പോൾ ഒന്ന് കൊട്ടിയിട്ടിടുക. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യണമെന്ന് കൊട്ടാറുണ്ട്. മഴയായതും കൊണ്ട് അത് അതിൽ കൂടുതലായിരിക്കും. വന്ന് ഉള്ളിലിരിക്കും, തവളയൊക്കെ വന്നിരിക്കും. തവള പിന്നെ കടിച്ചാലും ഒന്നും ആവില്ല, എന്നാലും സൂക്ഷിക്കുക എന്തായാലും. അതെ, എന്തായാലും ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ്. കാരണം ഈ പാമ്പൊക്കെ നമുക്കറിയാം, കേരളത്തില് പാമ്പുകളൊന്നും അത്ര അപൂർവമായിട്ടുള്ള വസ്തുവല്ല. നമ്മൾ സ്ഥിരം കാണാൻ കഴിയുന്ന ഒരു ജീവി തന്നെയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും സൂക്ഷിക്കുക. ഷൂസ് പോലെയുള്ള അടച്ച് മൂടിയ പാദരക്ഷകൾ ഉപയോഗിക്കുന്നവർ എന്തായാലും, അത് ഷൂസ് മാത്രമല്ല ഹെൽമെറ്റ് പോലെയുള്ള വസ്തുക്കളെല്ലാം നമ്മൾ സെർച്ച് ചെയ്തതിന് മാത്രമേ ഇടാവൂ എന്നുള്ളതാണ്. അതെ, ഈ എല്ലാ വീട്ടിലും ഒരു തൊടിയിൽ ഒരു ചേരപ്പാമ്പൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്ത കമ്മിയാണ്. പക്ഷെ വീട്ടിൽ ചേരപ്പാമ്പ് ഉള്ളത് നല്ലതാണ്. പട്ടിയെ പോലെ തന്നെ നിങ്ങളുടെ വീട്ടിൽ തൊടിയിൽ ഒരു ചേരപ്പാമ്പ് ഉണ്ടെങ്കിൽ ആ ചേരപ്പാമ്പ് ബാക്കിയുള്ള വിഷപ്പാമ്പിനെയൊക്കെ തിന്നും. ചേരപ്പാമ്പിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അതൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ തൊടിയിൽ അങ്ങനെ ചേരപ്പാമ്പ് ഉണ്ടെങ്കിൽ അതിനെ തല്ലിക്കൊല്ലാനൊന്നും നിൽക്കണ്ട. വെറുതെ ആട്ടി വെറുതെ വടിയെടുത്തിട്ട് ഒരു 2 മീറ്റർ മാറിയിട്ട് തട്ടി വെച്ചാൽ മതി. അത് അതിന്റെ സ്ഥാനത്ത് പോയിട്ട് മിണ്ടാണ്ട് ഇരുന്നോളും. മറ്റൊരു വാർത്ത നോക്കുകയാണെങ്കിൽ, ഇന്ത്യൻ വ്യോമസേനയെ അല്ലെങ്കിൽ ഇന്ത്യൻ ആർമിയെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു വാർത്തയാണ്. അതായത് ശത്രു മിസൈലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇന്ത്യക്കും മിസൈൽ പ്രതിരോധ കവചം എന്നുള്ള ഒരു
വാർത്തയാണ് വരുന്നത്. അതായത് ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധം ആക്ടിവേറ്റ് ആയിട്ടുണ്ടെന്നുള്ള വാർത്തകളാണ് വരുന്നത്. രാജ്യത്തിന്റെ നേരെയുണ്ടായ അത്യാധുനിക മിസൈൽ ആക്രമണങ്ങൾ പോലും തകർക്കാൻ സാധിക്കുന്ന ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം എന്തായാലും നമ്മുടെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗമായിട്ടുണ്ടെന്ന് വേണം കരുതാൻ. ആണവായുധം വഹിക്കുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ വരെ അന്തരീക്ഷത്തിന് പുറത്തു വെച്ചും തകർക്കാൻ ശേഷിയുള്ള ബഹുമുഖ മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. ഈ പ്രതിരോധ സംവിധാനമുള്ള US, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ നിരയിൽ ഇതോടെ ഇന്ത്യയും ഇടം പിടിച്ചു എന്നുള്ള വാർത്തയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അഭിമാനകരമായിട്ടുള്ള ഒരു വാർത്തയാണ്. കാരണം അറിയാം, ഇനി ലോകം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് യുദ്ധങ്ങൾ കൂടി വരാം, അല്ലെങ്കിൽ നമുക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ നമുക്ക് ഭീഷണികൾ വരാം എന്നുള്ള കാരണം നമ്മുടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള പാകിസ്ഥാനുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെങ്കിലും നമുക്ക് ചൈന എന്ന് പറയുന്ന ശത്രുവുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ പ്രതിരോധിക്കാൻ തീർച്ചയായിട്ടും ഇതുപോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ, അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണല്ലേ ഈ ഒരു പ്രതിരോധ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളത്. പിന്നെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ആയുധം കൊടുത്തതിൽ 2ാം സ്ഥാനം ഇന്ത്യക്കാണ്. അതെ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാലയളവിൽ, ഈ ചുരുങ്ങിയ കാലയളവിൽ തന്നെ നമ്മൾ ഒരു മെയിൻ പ്രതിരോധ കച്ചവടക്കാരായിട്ടുണ്ട്. നമ്മൾ ഒരുപാട് മിസൈലുകളും ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളും ഒക്കെ കുറേ രാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ട്. അപ്പം എന്തായാലും അത് നല്ലൊരു കാര്യം തന്നെയാണെന്ന് വേണം കരുതാൻ. ഇനി അടുത്തത് സ്പോർട്സ് വാർത്തകളാണ്. അപ്പോൾ നമുക്കറിയാം, സ്പോർട്സിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ലോകകപ്പ് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. അത് നമ്മൾ നേരത്തെ പ്രധാന വാർത്തയിൽ വായിച്ചതുപോലെ തന്നെ അമേരിക്കയുടെ ജയം ആണ് പ്രധാന വാർത്ത. ബാലോഗൺ സല്യൂട്ട് എന്നൊരു തലക്കെട്ടോടെയാണ് ഈ ഒരു വാർത്ത നൽകിയിരിക്കുന്നത്. പരഗ്വേക്കെതിരെ USA-ക്ക് 4-1 തകർപ്പൻ വിജയം. ലോകകപ്പ് ചരിത്രത്തിൽ US-ന്റെ ഏറ്റവും വലിയ വിജയമാണിത്. ഫ്ലോറിൻ ബലോഗണിന് ഇരട്ട ഗോൾ എന്നുള്ള വാർത്തയാണ്. അപ്പോൾ കളിയിലെ താരവും അദ്ദേഹം തന്നെയാണെന്ന് വേണം കരുതാൻ. അപ്പം ഇതുപോലെ തന്നെ ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് സ്വപ്ന സമാനമായൊരു നിമിഷമായിരുന്നു ഇത്. ഇന്നലെ 32 വർഷങ്ങൾക്ക് ശേഷം അമേരിക്കൻ മണ്ണിലേക്ക് വീണ്ടും വിരുന്നെത്തിയ ലോകകപ്പിൽ ആതിഥേയർക്ക് അവിസ്മരണീയ വിജയം ലഭിച്ചിരിക്കുകയാണ്. സ്വന്തം നാട്ടുകാർക്ക് മുന്നിൽ ഇതിലും മികച്ചൊരു തുടക്കം USA-ക്ക് ലഭിക്കാനില്ല. ഗ്രൂപ്പ് ഡിയിൽ തങ്ങളുടെ ആദ്യ പോരാട്ടത്തിൽ പരഗ്വേക്കെതിരെ 4-1 വിജയം. ലോകകപ്പ് ചരിത്രത്തിലെ ഒരു ടീമിന്റെ ഏറ്റവും വലിയ അതായത് ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായിട്ട് അരങ്ങേറുന്ന ഒരു ടീമിന്റെ ഏറ്റവും വലിയ ജയം ഇതാണെന്ന് വേണം കരുതാൻ. എന്തായാലും ഇത് തീർച്ചയായിട്ടും അല്ലെ, ഒരു USA സംബന്ധിച്ചിടത്തോളം USA പുതിയൊരു ടീമാണ്. നമുക്ക് പറയത്തക്ക ആരെ അറിയ പോലും ഇല്ലാത്ത ഒരു പുതിയ ടീമിന് എന്തായാലും 4-1 ജയിക്കുക എന്ന് പറയാം. ഇപ്പൊ പരഗ്വേയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നേരത്തെ ലോകകപ്പിലൊക്കെ കളിച്ച്, സെമി ഫൈനൽ. അതെ, അത്രയും വലിയൊരു ടീമാണ്. അപ്പൊ അവരോട് കളിച്ച് 4-1 ജയിക്കുക എന്ന് പറയുന്നത് എന്തായാലും തീർച്ചയായിട്ടും ഒരു നല്ലൊരു തുടക്കം തന്നെയാണെന്ന് വേണം കരുതാൻ. ഇപ്പൊ ഇന്നലെ മത്സരം കണ്ട, എനിക്ക് തോന്നുന്നു ലോകകപ്പൊക്കെ കാണുന്ന ഒരാളാണെങ്കിൽ മത്സരം കണ്ട ആരും വിചാരിച്ചു കാണില്ല USA ജയിക്കുമെന്നു. കണ്ടിട്ടും ഉണ്ടാവില്ല, എല്ലാവരും ഖത്തറിന്റെയാണ് കാത്തിരുന്നിരിക്കുന്നത്. അതെ, എന്തായാലും മത്സരം കാണാൻ വൻ താരനിര തന്നെ ഇന്നലെ USA-യിൽ എത്തിയിരുന്നു എന്നുള്ളതാണ്. ലോസ് ആഞ്ചലസ് സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ 70,000-ഓളം കാണികളിൽ ഭൂരിഭാഗവും അമേരിക്കൻ ആരാധകരായിരുന്നു. ടോം ക്രൂസ്, ഡേവിഡ് ബെക്കാം, ജോർജ് ലൂക്കസ്, ബിറ്റ് ഗേറ്റ്സ്, ഹാലി ബെറി, ലിയനാർഡോ ഡിക്കാപ്രിയോ തുടങ്ങിയവരടക്കം വൻ താരനിരയാണ് ഇന്നലെ US-ൽ അണിനിരുന്നതെന്ന് വേണം കരുതാൻ. അപ്പൊ ഇന്നലെ താരനിബിഡമായിരുന്നു ഇന്നലെ US-ന്റെ കളി എന്ന് വേണം കരുതാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ആൾക്കാർ കളി കാണുന്നതിലും കൂടുതൽ, അതായത് സ്റ്റേഡിയത്തിൽ ഗ്രൗണ്ടിലേക്ക് നോക്കിയതിനേക്കാളും കൂടുതൽ ആൾക്കാർ സ്റ്റേഡിയത്തിലേക്കായിരിക്കും നോക്കിയതല്ലേ. കാരണം അത്രയും താരങ്ങളാണ് ചുറ്റിനും ഇരിക്കുന്നത്. അപ്പൊ എന്തായാലും വളരെ അത്ര ആൾക്കാരും വന്നത്. അതെ, 70,000-ലധികം കാണികളാണ് ഇന്നലെ വന്നതെന്ന് വേണം പറയാൻ. കാരണം അവിടെ ബേസ്ബോളിലാണല്ലോ കൂടുതൽ ഇതുള്ളത്. എന്തായാലും ഇത് നല്ലൊരു തുടക്കമാകട്ടെ. അപ്പം ആവേശകരമായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ലോകകപ്പ്. നമുക്ക് ഇനിയും വലിയ വലിയ ടീമുകളുടെ കളിയൊക്കെ ഇനി വരാൻ പോവുകയാണ്. ഇതിന്റെ ഇരട്ടി ആവേശമായിരിക്കും ഇനിയിപ്പോൾ ബ്രസീലിന്റെ കളി ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞതിന് ശേഷം പോർച്ചുഗലിന്റെ കളിയുണ്ട്, അർജന്റീനയുടെ കളി വരുന്നുണ്ട്. അപ്പം കേരളത്തിലൊക്കെ ആവേശം വരണമെങ്കിൽ ഈ 3 ടീമിന്റെ കളികൾ വരണം. അപ്പം എന്തായാലും നമുക്ക് വളരെ ആവേശത്തോടെ കാത്തിരിക്കാമെന്നുള്ളതാണ്. അവർക്ക് ആവേശം വരണമെങ്കിൽ US-ഉം മെക്സിക്കോയും കൂടി ഒരു കളി വേണം. ഇന്ത്യ പാകിസ്ഥാൻ പോലെയാണ്. അതെ, അങ്ങനെ ഒരു കളി ഉടനെ ഉണ്ടാവട്ടെ. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രമുഖ പത്രങ്ങളിലെ ഒട്ടുമിക്ക എല്ലാ വാർത്തകളും നമ്മൾ നോക്കി. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ലോകകപ്പിന്റെ വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ ഒരു സമാധാന കരാറിന് തുടക്കമായി എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത്. അപ്പോൾ നാളത്തെ പത്രങ്ങളിലെ വാർത്തകളുമായി നമുക്ക് നാളെ കാണാം.